ഹലോ ഫ്രണ്ട്സ്, കർക്കിടക മാസം ആയതുകൊണ്ട് രാവിലെ തന്നെ അമ്പല ദർശനമൊക്കെ നടത്താമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ആദ്യം തന്നെ പോകുന്നത് നമ്മുടെ ചെറുക്കച്ചിറയുടെ അക്കരെയുള്ള ധന്വന്തരി അമ്പലത്തിലാണ്. അപ്പം ഭഗവാനെ കാണാൻ രാവിലെ തന്നെ ഇറങ്ങി. ഞങ്ങളെല്ലാവരും കൂടിയിട്ട്, ഞാനും അച്ഛനും അമ്മയൊക്കെ ആയിട്ട് രാവിലെ തന്നെ ഇറങ്ങി. കുറേ നേരം ചെറുക്കച്ചിറ ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും. രാവിലത്തെ ആ ഒരു ഭംഗി അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നല്ലൊരു സുഖമുള്ള അനുഭൂതിയായിരുന്നു. ഭഗവാനെ കണ്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ നല്ല മഴയായിരുന്നു. മഴ കാരണം കുറച്ച് നേരം അമ്പലനടയിൽ തന്നെ നിന്നു. അത് കഴിഞ്ഞ് പതിയെ ഒന്ന് ഒതുങ്ങിയ സമയത്താണ് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഇനി നേരെയുള്ളത് അക്കരെ പോകണം. ഞങ്ങൾക്ക് കടലായ അമ്പലത്തിൽ നിന്ന് കണ്ണനെയും കൂടി ഒന്ന് കാണണം. അങ്ങനെ കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് ആദ്യം അവിടെ നിന്ന് ഇറങ്ങി ഭഗവാനെ കണ്ട അനുഗ്രഹമൊക്കെ വാങ്ങി. പിന്നെ ഇതന്നെ പോകുമ്പോൾ നമ്മൾ ആ ചിറയിലൂടെ പോകുന്ന ആ ഒരു ഫീൽ അത് അവിടെ ഉള്ളവർക്കേ മനസ്സിലാവും. വന്നു കഴിഞ്ഞവർക്കറിയാം ചിറ കണ്ടുകൊണ്ട് പോകുന്ന ആ ഒരു മനോഹാരിത, ആ ഒരു രസം. അങ്ങനെ ഞങ്ങൾ ഭഗവാനെ കാണാൻ വേണ്ടി എത്തി. അങ്ങനെ കടലായ അമ്പലത്തിലെത്തി. ഇവിടെ തൂണിൽ മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളും 10 അവതാരങ്ങളും ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ കടലായിക്കണ്ണനെന്ന് അറിയപ്പെടുന്നത് പണ്ട് കടലിൽ നിന്ന് കിട്ടിയൊരു വിഗ്രഹമാണ്. അതാണ് വളഭൻ എന്ന രാജാവ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കടലിൽ നിന്ന് കിട്ടിയ വിഗ്രഹം ആയതുകൊണ്ടാണ് കടലായി എന്നറിയപ്പെടുന്നതെന്നാണ് പറയപ്പെടുന്നത്. വടക്കൻ ജില്ലയിലെ ഗുരുവായൂർ എന്നാണ് കടലായ അമ്പലം അറിയപ്പെടുന്നത്. ഇവിടെ ഭഗവാന്റെ ഓരോ ഫോട്ടോസും ഓരോ കഥകളായിട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഭഗവാൻ ജനിച്ചതും അവിടുന്ന് കൊണ്ടുവരുന്നതും ഭഗവാന്റെ ഓരോ അവതാരങ്ങളും ഒക്കെ ഇങ്ങനെ അവിടെ ഫോട്ടോസായിട്ടുണ്ട്. കുഞ്ഞുനാളിലൊക്കെ ഞാൻ ഈ ഫോട്ടോ കാണാൻ മാത്രമായിട്ട് പോകും. നല്ല രസമാണ്. ഞങ്ങളവിടെ എത്തിയാൽ ഇങ്ങനെ പറയും, ഭഗവാനെ കൂട്ടയിലിതാ കൊണ്ടുപോകുന്നുണ്ട്, അവിടെ എത്തിയതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞു. ഭഗവാനെയും കണ്ടു. ശീവേലി കുറച്ച് കഴിഞ്ഞിട്ടേ ഉണ്ടാവൂന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ മനസ്സ് നിറഞ്ഞ് കടലായ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇനി വേറൊരു അമ്പല ദർശനം കാണാം. ഓക്കെ, ബായ്.